മക്കളെ ഗുഡ് മോർണിംഗ്. നമ്മൾ പ്രിസം അല്ലെങ്കിൽ സ്തംഭങ്ങൾ പറഞ്ഞുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിന്റെ അവസാന ഭാഗങ്ങളിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്ന് അതിന്റെ അവസാനത്തെ ഒരു പാർട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ഒരു പേജ് നമ്പർ 208 മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഒരു വൃത്തസ്തംഭത്തിന്റെ ആയിക്കോട്ടെ വക്രപരപ്പും പാദപരപ്പും തുല്യമാണ്. പാദപരപ്പിന്റെ ആരവും സ്തംഭത്തിന്റെ ഉയരവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ, ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആരൊക്കെയാണ് തുല്യം എന്ന് നോക്കാം. വക്രപരപ്പും അതായത് കർവ്ഡ് സർഫസ് ഏരിയയും പാദപരപ്പും അതായത് ബേസ് ഏരിയയും ഈക്വൽ ആണ് പറഞ്ഞത്. വക്രപരപ്പ് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ, വക്രപരപ്പ് ഈക്വൽ ടു പാദപരപ്പ് എന്ന് നമുക്ക് എഴുതിക്കൂടെ? പാദപരപ്പ് അതായത് കർവ്ഡ് സർഫസ് ഏരിയ ഈക്വൽ ടു ആണ് എന്താണ്? നമ്മളുടെ ബേസ് ഏരിയ. നമുക്കറിയാം ഒരു വൃത്തസ്തംഭത്തിന്റെ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിന്റെ വക്രപരപ്പ് കാണാൻ നമുക്കറിയാം, അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കാണാൻ അറിയാം. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πr(h) ആണെന്ന് നമുക്കറിയാം. ആയിക്കോട്ടെ, പാദപരപ്പും അതേപോലെ പാദം എന്താണ്? സർക്കിൾ ആണ്. ആ സർക്കിളിന്റെ പരപ്പ് അല്ലെങ്കിൽ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. മക്കളെ, ഇങ്ങനെ നമുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് വെട്ടാൻ അറിയാം. നമ്മൾ കോമൺ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കുക, അയാളൊക്കെ നമുക്ക് വെട്ടാം. ഈ പയ്യനെ നമ്മൾ കട്ട് ചെയ്തു. r² എന്താ? 2r ഉണ്ട്. ഇവിടെ ഒരു r ഉണ്ട്. ഈ r-നെയും r² ഒരാറിനെയും നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ അവസാനം നമുക്ക് 2h = r എന്ന് കിട്ടും. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. എന്താണ് മക്കളെ ബന്ധം? ഈ പറഞ്ഞ കാര്യം എങ്ങനെ നമ്മൾ ഒന്ന് വിശദീകരിക്കുക. ഈ r എന്ന് പറയുന്നത് പാദത്തിന്റെ ആരമാണ്. ആരത്? വൃത്തസ്തംഭത്തിന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ. ആയിക്കോട്ടെ, അയാളാണത്. h എന്താ? സ്തംഭത്തിന്റെ ഉയരമാണ്. ആയിക്കോട്ടെ, അപ്പൊ ഇയാളെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുക വെച്ചാൽ പാദത്തിന്റെ ആരം എന്ന് പറയുന്നത് ഇതാ. ഇയാളെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? r = 2h എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം. മറ്റൊരു രീതിയിൽ നമുക്ക് ഇയാളെ എഴുതാം. h = r/2 എന്നും പറഞ്ഞത്. ഈ 3 രീതിയിൽ നമുക്ക് ഇയാളെ എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതാ, അപ്പൊ ഇയാളെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുന്നത് പാദത്തിന്റെ ആരം അല്ലെങ്കിൽ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് സ്തംഭത്തിന്റെ ഉയരത്തിന്റെ 2 മടങ്ങാണ്. ഓക്കെ, അങ്ങനെ എഴുതാം. ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ബന്ധം ചോദിച്ചിട്ടില്ല. ഇവര് തമ്മിലുള്ള ബന്ധം മാത്രമേ ചോദിച്ചില്ല. ബന്ധം തിരിച്ചു പറഞ്ഞാലും പ്രശ്നമില്ല, എങ്ങനെ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. സ്തംഭത്തിന്റെ ഉയരം എന്ന് പറയുന്നത് പാദത്തിന്റെ ആരത്തിന്റെ പകുതിയായിരിക്കും. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ അതായത് ഈ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അതിന്റെ വക്രപരപ്പും പാദപരപ്പും ഈക്വൽ ആയിരിക്കും. ഏത് കണ്ടീഷൻ? ഈ 2 കണ്ടീഷനുകൾ വരികയാണെങ്കിലും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഈ കണ്ടീഷൻ വന്നാൽ ഇങ്ങനെയായിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ഒരു ചോദ്യം ഉണ്ട്. 208 പേജിലെ 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ഒരു ചോദ്യമാണ്. അവസാനത്തെ ഒരു ചോദ്യമാകുമ്പോൾ ആ ചോദ്യത്തിന് അതിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ആ ചെങ്ങായി കാണിക്കും. ഓക്കെ, നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. നീളം 48 സെന്റിമീറ്ററും വീതി 25 സെന്റിമീറ്ററും ആയ ചതുരത്തകിട് വളച്ച് 25 സെന്റിമീറ്റർ ഉയരമുള്ള കുഴലുണ്ടാക്കി. കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത വൃത്തങ്ങൾ കൊണ്ട് ഇതിന്റെ 2 അറ്റവും അടച്ച് ഈ സ്തംഭത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഈ സ്തംഭത്തിന്റെ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്, അല്ലെങ്കിൽ അത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. നീളം 48 സെന്റിമീറ്ററും വീതി 25 സെന്റിമീറ്റർ ആയ ചതുരത്തകിട് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു ചതുരത്തിന്റെ ഷീറ്റ്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്താ, അങ്ങനെ ഒരു ചതുരത്തിന്റെ ആകൃതിയിൽ ഒരു ഷീറ്റ് ഉണ്ട്. അയാളെ ഞാൻ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു. അപ്പൊ ഈ ഷീറ്റിന്, ഇയാളാണ് ഷീറ്റ്, ഇയാളുടെ അളവുകൾ തന്നിട്ടുണ്ട്. എത്രയാ? നീളം എന്ന് പറയുന്നത് 48 സെന്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററും ആണ്. ആയിക്കോട്ടെ, എന്താ? ഇയാളെ വളച്ചു. ഓക്കെ, വളയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. ഇയാളാണ് ആ ചതുരത്തകിട്. ഇയാളിപ്പോ പേപ്പറാണ്. ഇയാളൊരു ചതുരത്തകിടാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇയാളുടെ നീളം എന്ന് പറയുന്നത് ഇതും വീതി എന്ന് പറയുന്നത് ഇതോ ആയിരിക്കും. ഓക്കെ, 2 നീളങ്ങൾ അതേപോലെ 2 വീതി. ഓക്കെ, ഇയാളെ നമ്മൾ വളച്ചു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വളയ്ക്കുന്നതാ. ഇയാളെ നമ്മൾ ഇങ്ങനെയാണ് വളച്ചിട്ടുള്ളത്. ഓക്കെ, വളച്ചിട്ട് എന്താ ഉണ്ടായത്? ബാക്കി ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. വളച്ചിട്ട് 25 സെന്റിമീറ്റർ ഉയരമുള്ള കുഴലുണ്ടാക്കിയതാ. അയാൾ തന്നെയല്ലേ ഉണ്ടായിട്ടുള്ളത്. ഇതാ ഇയാളെ ഉയരം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഇയാളൊന്ന് നോർത്തി നോക്കാം. ഇതാ മക്കളെ, ഇയാളുടെ വീതി ഇതാണ്, ഇയാളുടെ നീളം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ഈ ചതുരത്തിന്റെ ഈ ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് ഇയാളാണ്. ഇയാളെ വളയ്ക്കുമ്പോ ഇയാൾ എന്തായി മാറി?
ഇയാൾ എന്താ ഇങ്ങനെ ഒരു ഷേപ്പായി മാറി, ഈ ഷേപ്പ് ഒക്കെ നമുക്കറിയാം, ഇയാൾ എന്താ പറയുന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇയാളുടെ ഇതെന്താ, ഇയാളുടെ ഉയരാണ്. അപ്പോ ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് ഈ രൂപത്തിന്റെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഈ രൂപത്തിന്റെ പേരെന്താന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ഈ രൂപത്തിന്റെ ഉയരം എന്ന് പറയുന്നതും തുല്യമാണ്. ഓക്കെ, നമുക്ക് ഇയാളൊന്ന് വരച്ചു നോക്കാം. ഇതാ ഇയാളെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു. ഇതാ ഇയാളല്ലേ ഇത്. അപ്പൊ ഇയാളുടെ ഉയരം എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താ 25 സെന്റിമീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ചതുരത്തിന്റെ ഈ വീതി എന്ന് പറയുന്നത് ഇയാളുടെ എന്താ ഉയരമാണ്. ഇയാളുടെ പേരെന്താണ് മക്കളെ? ഇയാളുടെ പേര് തന്നെയാണ് സിലിണ്ടർ അല്ലെങ്കിൽ വൃത്തസ്തംഭം എന്ന് പറയും. വൃത്തസ്തംഭം ആവുമ്പോ ഇയാളുടെ എന്താ, ഇവിടെ ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ചോദ്യം കൂടി നമ്മൾ വായിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ കുഴൽ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുഴലാണ് ഇയാള്. ഓക്കെ, കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത വൃത്തങ്ങൾ, കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത വൃത്തങ്ങൾ കൊണ്ട് ഇതിന്റെ രണ്ടറ്റവും അടച്ചു. ഓക്കെ, അടച്ചു, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതാണ് നമുക്ക് ഇപ്പൊ നിലവിലുള്ള നമ്മളെ രൂപം എന്ന് പറയുന്നത്. ഇതാണ് നിലവിൽ ഇയാളെ നമുക്ക് ഇങ്ങനെ കാണാവുന്നത്, കാരണം രണ്ട് ഭാഗവും ഓപ്പൺ ആണ്. അപ്പൊ ഇയാളുടെ ഈ രണ്ട് ഭാഗവും കൃത്യമായ അളവ് കൊണ്ട് രണ്ട് വൃത്തങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പൊ ഈ രണ്ട് വൃത്തങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ട് എന്താ, ഇയാളെ നമ്മൾ ഇവിടെ എന്താ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെങ്ങായി ആരാ, ഇങ്ങനെ ഒരു ചെങ്ങായി അറിയാം. ഇയാളെ നമുക്ക് മൊത്തത്തിൽ പറയാം ഇയാളൊരു സിലിണ്ടർ അല്ലെങ്കിൽ എന്താണ്, വൃത്തസ്തംഭം ആണെന്ന് പറയും. അപ്പോൾ നമ്മളുടെ ഈ സ്തംഭം എന്ന് പറയുന്നത് എന്താ, വൃത്തസ്തംഭം അല്ലെങ്കിൽ എന്താ, സിലിണ്ടർ ആണ്. നമ്മളോട് ചോദിച്ചിട്ട് എന്താ, ഈ സിലിണ്ടറിന്റെ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ മൊത്തത്തിൽ ഇപ്പൊ ഇതാണ് നമ്മളുടെ പുതിയൊരു ഷേപ്പ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഇയാളുടെ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒരു സംശയമില്ലാതെ എഴുതിക്കൊണ്ട് ഉപരിതല പരപ്പളവ് സമം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഉപരിതല പരപ്പളവ്, ഉപരിതല പരപ്പ് അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് എന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, ആരത്, വൃത്തസ്തംഭത്തിന്റെ. എന്താണ് നമ്മളുടെ ചോദ്യം, നമ്മളുടെ ചോദ്യത്തിൽ ഇയാൾ വെറും സ്തംഭമായിരുന്നു. നമ്മൾ കണ്ടെത്തേണ്ടത് എന്തായിരുന്നു, ഇയാൾ വൃത്തസ്തംഭം ആണെന്നാണ് നമ്മൾ കണ്ടെത്തിയിരുന്നത്. അപ്പൊ ഏതൊരു സ്തംഭത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു പ്രിസത്തിന്റെയും ഉപരിതല പരപ്പളവ് കാണാൻ നമുക്കറിയാം എന്താണ്, പാദപരപ്പും പിന്നെ ആരെയാ കൂട്ടേണ്ടതാ, ഇയാളുടെ ഈ എന്തിനാ പറയാ, ഇയാളുടെ ഈ ഒരു ഷേപ്പിന് നമ്മൾ എന്താ പറയാ, വക്രപരപ്പ് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ അല്ലെ. വക്രപരപ്പ്, അത് ചതുരമാണെങ്കിലോ അത് പാർശ്വപരപ്പായിരിക്കും. വക്രപരപ്പ് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ. നമുക്കറിയാം ഏതൊരു പ്രിസത്തിന്റെയും ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ നമുക്കറിയാം ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ആയിരിക്കും. ഓക്കെ, നമ്മൾക്കറിയാം രണ്ട് പാദങ്ങൾ ഉണ്ട്, ഇതൊക്കെ നമുക്കറിയാം. മക്കളെ, നമ്മൾ വ്യാപ്തം കാണുമ്പോ രണ്ട് പാദങ്ങളെ നമ്മൾ കൂട്ടാറില്ല. കാരണം എന്താ, അതിന്റെ സെന്ററിലുള്ളത് ഗുണിക്കണം എന്നാണ് അല്ലെ. ഈ വക്രപരപ്പിന് പകരം ഉയരമാണ് വന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും, വ്യാപ്തമായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറയണം എന്താണ് വ്യാപ്തത്തിന്റെ ഇക്വേഷൻ എന്ന്. ഇവിടെ വ്യാപ്തം നമുക്ക് കാണാനില്ല, ഇവിടെ എന്താ ഉപരിതല പരപ്പളവേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ആലോചിക്കണം. ഇവിടെ നമ്മൾ രണ്ട് പരപ്പ് എന്താ കൂട്ടുകയാണ് ചെയ്യണത്. അതാണ് നമ്മൾ രണ്ട് പരപ്പ് എടുക്കുന്നത്. വ്യാപ്തത്തിൽ നമ്മൾ ഒരു പരപ്പ് എടുക്കുള്ളൂ, അത് ഗുണനമാണ്, അത് മാറിപ്പോകരുത്. ഗുണിക്കണതും മാറിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത എന്താ ചോദ്യം കിട്ടും, ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടും. പാദപരപ്പ് രണ്ട് പാദങ്ങളില്ലേ, പാദപരപ്പ് പറഞ്ഞാൽ എന്താ, വൃത്തത്തിന്റെ രണ്ടാൾക്കാരുണ്ട്. പാദപരപ്പ് എന്ന് പറയുന്നത്, പാദം എന്താണ്, വൃത്താണ്. അപ്പൊ വൃത്തത്തിന്റെ പരപ്പ് അല്ലെങ്കിൽ വൃത്തത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ് എന്ന് നമുക്കറിയാം. നമ്മൾ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൃത്തസ്തംഭത്തിന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ വക്രപരപ്പ് കാണാനുള്ള ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ, പാദപരപ്പല്ല, പാദ ചുറ്റളവ് അല്ലെങ്കിൽ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഉയരമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ, നമുക്ക് 2πrh ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ നമ്മൾ വരും കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതൊക്കെ എഴുതും. അപ്പൊ ഇയാളെ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. 2 × πr² പ്ലസ് പാദ ചുറ്റളവ്. പാദം എന്ന് പറയുന്നത് വൃത്തമാണ്. അപ്പൊ വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണെന്ന് നമുക്കറിയാം. ഉയരത്തെ നമ്മൾ h എന്നാണ് വിളിക്കല്. ഇയാൾ തന്നെയല്ലേ ഇവിടെ ഉള്ളതും. ഓക്കെ,
നമ്മൾക്ക് എന്താ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ ഈ ഒരു സ്റ്റെപ്പിലൂടെ എന്താ ആ ഇക്വേഷനിൽ നമ്മൾ എത്തിച്ചേരണം. അപ്പൊ ഇയാളെ നമുക്കൊന്ന് സോൾവ് ചെയ്തൂടെ? ഇയാളെ നമുക്കൊന്ന് സോൾവ് ചെയ്തൂടെ? 2πr² എന്നുണ്ട്, ഇവിടെ എന്താ 2πrh ഉണ്ട് അല്ലേ? ഈ രണ്ടെന്ന് നമുക്കൊരു 2πr കോമൺ ആയിക്കട്ടെ. ഇവിടെ ഒരു 2πr ഉണ്ട്, ഇവിടെയും ഒരു 2πr ഉണ്ട്, ഇടയിൽ ഒരു പ്ലസും ഉണ്ട്. ഈ രണ്ട് ഭാഗത്തും ഞാൻ ഓരോ 2πrകൾ എടുക്കുകയാണ്. 2πr പുറത്തേക്ക് എടുത്തു. ഇതിന്ന് ഞാൻ 2πr പുറത്തേക്ക് എടുത്താൽ ഇവിടെ വേറെ ആരാ? ഒരു ആറും കൂടി ഉണ്ടാവും. ഇതാ ഈ r² ഒരാളല്ലേ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ. ഇവിടെ ഒരാറ് ഉണ്ടാവൂലേ? ഒരാറുണ്ടാവും, അയാൾ നമ്മൾ എഴുതി. ഈ 2πrh ഈ 2πr നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞു, പിന്നെ ആരുണ്ടാവുക? h ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്താ ഏതൊരു വൃത്തസ്തംഭത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു സിലിണ്ടറിന്റെയും ഉപരിതല പരപ്പളവ് 2πr × r+h ആണെന്ന് നമുക്കറിയാം. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എങ്ങനെയാ? അതും നിങ്ങൾക്ക് അറിയാം, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോ ഇവിടെ എഴുതി നിർത്തിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ കാര്യങ്ങളൊക്കെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഉത്തരം കിട്ടില്ലേ? ഉത്തരം കിട്ടും. r നമുക്കറിയോ? ഇല്ല. പക്ഷെ h നമുക്കറിയാം. h ഏതാ? h = 25 എന്ന് എഴുതി കൂടെ? എന്താ ഈ വൃത്തസ്തംഭത്തിന്റെ ഉയരം, വൃത്തസ്തംഭത്തിന്റെ ഉയരം 25. h = 25 സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. അയാളെ കിട്ടി. ഇനി ആരെയും കൂടി കിട്ടണം. ഇതാ 2 r ഉണ്ടല്ലേ? ഈ r കിട്ടിയേ. ഈ r എന്താ? പാദത്തിലെ ഇയാളുടെ റേഡിയസ് ആണ്. പാദം വൃത്തമാണ്. അപ്പൊ ഈ വൃത്തത്തിന്റെ റേഡിയസ് ആണ് നമുക്ക് കണ്ടത്. നിലവിൽ നമുക്കത് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അയാളെ നമുക്ക് കാണണം. ഇതാണ് നമ്മളുടെ ഷീറ്റ്. ഈ ഷീറ്റിന് നമ്മൾ വളച്ചിട്ട് എന്താ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത്? ഒരു വൃത്തസ്തംഭമാക്കി മാറ്റിയിട്ടുണ്ട്. രണ്ട് ഭാഗം ക്ലോസ് ചെയ്താണ്ട്. എഗെയിൻ ശ്രദ്ധിക്കുക, നമ്മൾ ഇയാളെ വളയ്ക്കുമ്പോൾ, അതായത് ഇയാളുടെ വീതി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ചതുരത്തിന്റെ വീതി ഇങ്ങനെ വളച്ചു കഴിഞ്ഞാൽ, ചതുരത്തിന് ഈ ഒരു തകിട് നമ്മൾ വളച്ചു കഴിഞ്ഞാൽ ഈ ചതുരത്തിന്റെ വീതി എന്തായി മാറി? ഈ വൃത്തസ്തംഭത്തിന്റെ ഉയരമായി മാറിക്കഴിഞ്ഞു. അത് നമുക്ക് കിട്ടേണ്ട h = 25. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം മക്കളെ. ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് ഇയാളാണ്. ഇയാളെയും നമ്മൾ വളയ്ക്കുന്നുണ്ട്. വീതി നീളം ഒരിക്കലും നേരെ മാത്രമല്ല, ഇയാളെ വളയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് ആരായി മാറി? ഈ സ്തംഭത്തിന്റെ ആരായി? സ്തംഭത്തിന്റെ പാദമായി, പാദത്തിന്റെ ചുറ്റളവായി മാറി അല്ലെ? അപ്പൊ ഈ സ്തംഭത്തിന്റെ പാദ ചുറ്റളവ് എന്ന് പറയുന്നതും ഈ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നതും ഒരാളാണ്. അപ്പോ എന്താ? പാദ ചുറ്റളവ് നമുക്ക് എഴുതിക്കൂടെ? പാദ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താ? വൃത്തത്തിന്റെ ചുറ്റളവാണ്. 2πr ആണ് അല്ലെ? പാദ ചുറ്റളവ്, പാദം വൃത്തമാണ്. അപ്പൊ വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ്. ഇത് എത്രയെന്ന് കണ്ടെത്തുന്നുണ്ട്? ഈ പാദ ചുറ്റളവ് എന്ന് പറയുന്നതും ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നതും ഒരാളാണ്. കൺസെപ്റ്റ് കിട്ടി എന്ന് മനസ്സിലാവുന്നു. ചതുരത്തിന്റെ നീളം 48 സെന്റിമീറ്റർ ആണ്. ഇതാ പാദ ചുറ്റളവ് അല്ലെങ്കിൽ 2πr എന്ന് പറയുന്നത് 48 സെന്റിമീറ്റർ ആണ്. ഇതിന് നമുക്ക് r കണ്ടൂടെ? നമുക്ക് വേണ്ടത് h ഉം r ഉം ആയിരുന്നു. h നമുക്ക് 25 എന്ന് കിട്ടി. r നമ്മൾ ഇതാ ഇപ്പൊ കാണാൻ പോകും. അപ്പൊ ഈ r = ഈ 2π നമുക്ക് അങ്ങോട്ട് കൊണ്ടേക്കൂടെ? അപ്പൊ 48/2π എന്ന് കിട്ടും അല്ലേ? നമുക്ക് ഈ 48നെയും ഈ 2നെയും നമുക്ക് കട്ട് ചെയ്തൂടെ? അപ്പൊ 24/π എന്ന് നമുക്ക് കിട്ടും. റേഡിയസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ സാധനം നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? 2πr 48. 2πr r നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 2πr ഓൾറെഡി നമുക്കറിയാം 48 ആണെന്ന്. അപ്പൊ 48 ഇൻറ്റു റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു 24/π എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പ്ലസ് h എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് 25 സെന്റിമീറ്ററുമാണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. മക്കളെ നമുക്ക് ഇവിടെ വേണമെങ്കിലും ആ ഇക്വേഷൻ ഒക്കെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പാദ ചുറ്റളവ് അറിയൂലേ? നമ്മൾ കണ്ടുപിടിച്ചു. ഉയരം നമ്മൾ കണ്ടുപിടിച്ചു. അവിടുന്ന് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താം. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇയാളെ നമ്മളൊന്ന് ചെറുതാക്കാൻ പോവാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്. 24/π നമ്മൾ ചെയ്യണം അല്ലെ? നമ്മൾ ചെയ്യാൻ പോവാണ്.
24/24 പൈ എന്ന് പറയുന്നത് 3.14 ആണെന്ന് നമുക്കറിയാം. 3.14 അല്ലെ? ഒരു ചങ്ങായി ഉണ്ട് അവിടെ, ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിനെ ഒഴിവാക്കണം. 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് ഇവിടെ പോയിന്റ് ഉള്ളത്. അപ്പോൾ ഈ 2 സ്ഥാനം ഒഴിവാക്കണമെങ്കിൽ നമ്മളൊരു 100 കൊണ്ടിനെ ഇയാളെയും ഒരു 100 കൊണ്ട് ഗുണിക്കണം, ഇയാളെയും നമ്മൾ ഒരു 100 കൊണ്ട് ഗുണിക്കണം. ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2400 ഡിവൈഡഡ് ബൈ ഇയാളെ ചെയ്യുമ്പോൾ 314 എന്ന് കിട്ടും അല്ലെ? ഇയാളെ നമുക്ക് 2 കൊണ്ട് വെട്ടിയാലോ? ഇതാ, ഇയാളെ നമ്മൾ 2 കൊണ്ട് വെട്ടുക. 2ൽ എത്ര 2 ഉണ്ട്? 1 2 0 0. ഇയാളെ നമ്മൾ 2 കൊണ്ട് വെട്ടാണ്. 3ൽ എത്ര 2 ഉണ്ട്? 1 ആണ്. പിന്നെ ഒരു 1 ഉണ്ടായിരിക്കും. 5 2 10 ആണ്. 1 100. അപ്പൊ നമുക്ക് 1200 ഡിവൈഡഡ് ബൈ 157. നമ്മൾ ഒന്നും നോക്കണ്ട, ഇയാളെ അങ്ങോട്ട് സൈഡിൽ പോയിട്ട് അരിച്ചോണ്ട് കേട്ടോ. 1200 ഹരിക്കണം 157. നമ്മൾ ഇയാളെ ഒരു 7 കൊണ്ടൊന്ന് ചെയ്ത് നോക്കാം. 7 7 49 ആണ്. 4 ഉണ്ടായിരിക്കും. പിന്നെ 7 5 35 ആണ്. 39 അപ്പൊ 3 ശിഷ്ടം വന്നു. ഒരു 7 7 8 9 10. ഓക്കെ, എഗൈൻ ഇയാളെ നമുക്ക് ചെറുതാക്കാം. 10 9 1. 10 9 പോയ 1 ആണ്. 9 9 പോയ 0 ആണ്. 1 0 പോയ എന്താ? 1 ആണ്. അപ്പോ 101 എന്ന് കിട്ടും. എന്താണ് ശിഷ്ടം? എഗെയിൻ നമ്മൾ ചെയ്യുക. ഈ 101ൽ ഇയാള് പോകുമോ? ഇയാള് പോകൂല. അപ്പൊ നമ്മൾ എന്താ? ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും അല്ലെ? ഒരു പോയിന്റ് ഇട്ടു. അപ്പൊ 7 പോയിന്റ് എന്ന് വന്നു. എഗെയിൻ നമ്മൾ ഇയാളൊന്ന് 6 കൊണ്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ 6 × 7 6 42 ആണ്. 4 ശിഷ്ടം വന്നു. 5 6 30 ആണ്. 30 + 4 എന്ന് പറയുന്നത് 34 ആണ്. എഗെയിൻ 3 ശിഷ്ടം വന്നു. 1 6 6 7 8 9 942. ഇയാളെ എഗെയിൻ നമ്മൾ ചെറുതാക്കാനൊന്നും ഇയാൾ ഇങ്ങനെ ചെയ്തു പോയ എക്സാം തീരുന്ന വരെയും നമ്മൾ അത് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടി വരും. നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇയാള് എന്ന് പറയുന്നത് 7.6 ആണെന്ന് നമ്മൾ എഴുതി. ഓക്കെ, റൗണ്ട് ചെയ്തിട്ട് ഞാൻ ഇയാളെ 7 ഇയാളെ ഞാൻ ഏകദേശം ഒരു 7.7 എന്ന് എടുക്കുകയാണ്. അതായത് 1200 ഡിവൈഡഡ് ബൈ 157 ഹരിച്ചപ്പോൾ എനിക്ക് 7.7 എന്ന് കിട്ടി. ഓക്കെ, അതായത് 24/π-നല്ലേ നമ്മൾ ചെയ്തത്. എന്ത് കിട്ടി? 7.7 എന്ന് കിട്ടി. അപ്പൊ 48 × 7.7 + 25 എഴുതിക്കൂടെ? നമുക്ക് ഇയാളൊന്ന് കൂട്ടിക്കൂടെ? ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ചങ്ങായി നമുക്കൊന്ന് കൂട്ടിക്കൂടെ? നമ്മൾ കൂട്ടാൻ പോവാണ്. ആരൊക്കെയാ കൂട്ടണത്? 25 + 7.7. 0.7 അവിടെ തന്നെ ഉണ്ടായിരിക്കും. 5 + 7 2 1 32.7. അപ്പൊ 48 × ഇയാളെ നമ്മൾ ചെയ്തു 32.7 എന്ന് കിട്ടി. ഇയാളെ നമ്മളൊന്ന് ഗുണിച്ചെഴുതിക്കൂടെ? 48 × 32.7 നമ്മൾ എഗെയിൻ ഗുണിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇയാൾ അവസാനത്തെ ചോദ്യമാണ്. ഇയാളുടെ സ്വഭാവം ഇയാൾ കാണിക്കുന്നു പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഇയാളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇതാ, നമ്മൾ എഗെയിൻ ബോർഡ് നിങ്ങൾക്ക് കാണുമ്പോൾ ആകെ വൃത്തിയുടെ പോലെ തോന്നുന്നുണ്ടാവും. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ട് മനസ്സിലാവും. എഗെയിൻ നമ്മൾ ഇയാളെ ഗുണിക്കാൻ പോവാണ്. ഇതാ, ഞാൻ ഇവിടെ തന്നെ ഗുണിച്ചു, അപ്പുറത്തേക്കൊന്നും പോകണില്ല. അപ്പൊ ഇപ്പൊ പോയിന്റ് ഒഴിവാക്കിയിട്ട് ആദ്യം നമുക്ക് ഗുണിക്കാം, എന്നിട്ട് പോയിന്റ് നമുക്ക് കൊണ്ടുവരാം. 327 ആണെന്ന് വിചാരിക്കുക. 48 8 56 ആണ്. 56ൽ 6 എഴുതി, 5 എഴുതി. 2 8 16 ആണ്. 16 + 5 എന്ന് പറഞ്ഞ് 21 ആണ്. എഗെയിൻ 2 നീട്ട്. 3 8 24 25 26. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല. 4 7 28 ആണ്. എഗെയിൻ 2 ശിഷ്ടം ഉണ്ടായിരിക്കും. 2 4 8 9 10 0. ഒരാൾ ശിഷ്ടത്തിൽ വന്നു. 3 4 12 13. ഓക്കെ, 6 എന്ന് കിട്ടി. 8 6 5 1. എഗെയിൻ ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് നമുക്ക് പോയിന്റ് ഇടുന്നതാ. ഈ സ്ഥാനം കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇട്ടു. നമ്മളുടെ ആൻസർ എന്ന് പറഞ്ഞ് 1568.6 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. പരപ്പളവാണ് തന്നിട്ടുള്ളത്, സെന്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇത്രയും എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇയാളുടെ ഉപരിതല പരപ്പളവ്. നമുക്ക് ഈ ക്രിയ ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ അങ്ങോട്ട് വന്നോളും. ഓക്കെ, സംഭവം സിമ്പിൾ ആണ്. ക്രിയ മാത്രം ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ചെയ്താൽ മതി. കൂട്ടത്തിൽ ഇയാൾ വൃത്തസ്തംഭമാണെന്ന് മനസ്സിലാക്കണം. അതാണ് ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ മൊത്തത്തിൽ ഓവറോൾ ഒരൊറ്റ വീഡിയോ ആക്കി നമ്മൾ ചെയ്യും, ഒറ്റ നോട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, 9ാം ക്ലാസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള ചാപ്റ്റർ ആയിരുന്നു പാർട്സ് ഓഫ് സർക്കിളും അതേപോലെ പ്രിസം പറഞ്ഞുള്ള ചാപ്റ്റർ. അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എക്സാം അടുത്ത മാസം തന്നെയാണ് എക്സാം ആയി തുടങ്ങി. ഇനി ഒരു പുതിയൊരു ചാപ്റ്റർ എടുക്കാനുള്ള സമയങ്ങളൊന്നും നമുക്കില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ഫാസ്റ്റ് ആയിട്ട് ഓടിച്ച് പറഞ്ഞുതരും. നമ്മൾ എന്തായാലും എക്സാമിനും വേണ്ടിയിട്ട് ഒരു റിവിഷൻ ക്ലാസ് നമ്മൾ എന്തായാലും ചെയ്യും. ഓക്കെ, എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ആയിട്ട് അറിയിച്ചാൽ മതി. ഓക്കെ.